ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഫിലിപ്പിയ ലേഖനവും കൊലോസ്യ ലേഖനവും അടങ്ങിയ ഏതാണ്ട് 12 പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 13ാമത്തെ പാഠമാണ്. ഈ 13ാമത്തെ പാഠത്തിൻ്റെ തലവാചകം ദൈവഹിതത്തിൽ മുഴുവനായും നിലകൊള്ളുക. ഇതിൻ്റെ മനപ്പാഠവാക്യം എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. 1 തെസ്സലോനിക്കർ 5:18. ഈ ദൈവവചനം പഠിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എല്ലാ കേൾവിക്കാരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വളരെ ഹൃദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പാഠം തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗ്ഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സമയത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നില്ലെന്ന് എനിക്ക് അപ്പുറമായ അടിയങ്ങളെ പരിപാലിച്ചു. വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവ് നൽകി തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്കായി അടിയങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇന്ന് തിരുവചനം പഠിക്കുവാനായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മ നിറവിൽ നിറയ്ക്കണമേ. വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കർത്താവെ അത് മനസ്സിലാക്കുവാനും അതിനനുസരണമായി ജീവിക്കുവാനുമുള്ള നല്ല മനസ്സ് കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണം. കർത്താവെ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണം. മാനവും മഹത്വവും അങ്ങെടുത്ത് ഒടുവിലങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവഹിതത്തിൽ മുഴുവനായും നിലകൊള്ളുക. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. 1 തെസ്സലോനിക്കർ 5:18. അപ്പോൾ സ്തോത്രം ചെയ്ത് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത അപ്പോസ്തലൻ വളരെ വ്യക്തമായി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ദൈവം നമ്മൾക്ക് നൽകി തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ നന്ദി പുരസ്കാരം അത് അനുഭവിക്കണം. അത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ദാതാവിനെ നമ്മൾ ഓർക്കണം. സ്തോത്രം നമ്മൾ ചൊല്ലണം. ഇപ്പോൾ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷമാണ് അപ്പോസ്തലൻ ഒരു വിശ്വാസി എന്തുകൂടി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. ശരിക്കും ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അതിനുശേഷം അത് മാത്രമല്ല, ഒരു വിശ്വാസി എന്തുകൂടി ചെയ്യണം എന്നാണ് പറയുന്നത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എന്ന അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം നിരന്തരമായ പ്രാർത്ഥനയോട് ചേർന്ന് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനും വിശ്വാസി അഭ്യസിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ അതാരും പഠിപ്പിക്കേണ്ടതല്ല, അത് അവൻ സ്വയം പഠിച്ചെടുക്കുകയും കൂടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ. അപ്പം നിരന്തരമായ പ്രാർത്ഥനയോടുകൂടി നമുക്ക് നിരന്തരമായ സന്തോഷവും ലഭിക്കുന്നു. അപ്പോൾ ആ സന്തോഷത്തിലും ഇടവിടാതെയുള്ള പ്രാർത്ഥനയിലും എല്ലാറ്റിനും വേണ്ടി ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുകയും വേണം. ശരിക്കും അന്തരീക്ഷത്തിൽ നമ്മൾ ശരിക്കും നല്ല ഒരു അന്തരീക്ഷത്തിലാണ്, നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കേണ്ടത്. അപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് ഈ നിരന്തരമായ പ്രാർത്ഥനയുടെയും ഇടവിടാതെയുള്ള പ്രാർത്ഥനയോടുകൂടിയും അതുപോലെ തന്നെ നിരന്തരമായി സ്തോത്രം അർപ്പിക്കുന്നതിലും കൂടിയാണ് ഒരു ക്രിസ്ത്യാനി തൻ്റെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ മിഷൻ പദ്ധതിയെക്കുറിച്ചാണ്. ദൈവവേലയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ പദ്ധതി എന്തൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ് നാം പഠിക്കേണ്ടത്. അത് ശരിക്കും യാത്രകളിൽ വ്യക്തിപരമായ സന്ദർശനങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ വ്യക്തിപരമായ സന്ദർശനങ്ങളുണ്ട്. മാത്രമല്ല, താൻ ജയിലിലായിരുന്ന സമയത്ത് താൻ എഴുതിയ കത്തുകൾ മുഖാന്തരവും അല്ലെങ്കിൽ ലേഖനങ്ങളിൽ കൂടിയും എല്ലാ സഭകളുമായിട്ടും വിശ്വാസികളുമായിട്ടും ഒന്നിച്ചൊരു ബന്ധം പുലർത്തിയിരുന്നു. ഈ സഭകളെയും വിശ്വാസികളെയും ബന്ധിപ്പിക്കുന്നത് തൻ്റെ ലേഖനങ്ങളിൽ കൂടിയും തൻ്റെ സന്ദർശനങ്ങളിൽ കൂടിയും ആണ്. അപ്പോൾ ക്രിസ്തു സുവിശേഷത്തിൻ്റെ ദൗത്യത്തിൽ ശരിക്കും ഈ ദൗത്യമൊക്കെ എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? നമ്മുടെ ഒരു ക്രിസ്തീയ വേല ചെയ്യണം എങ്കിൽ അതിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കണം?
അതെന്തിനെയാണ് മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നത്? അതിനെ ആശ്രയിച്ചിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലാണ് ശരിക്കും സുവിശേഷ വേലയുടെ വിജയം. അല്ലാതെ ശുശ്രൂഷകൻ മാത്രമല്ല, ഒരു വിശ്വാസി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മേലധ്യക്ഷന്മാർ മാത്രമല്ല, എല്ലാവരും കൂടെ ഒന്നിച്ച് ക്രിസ്തീയ വേല ചെയ്യുന്നതിലാണ് സുവിശേഷ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ സുവിശേഷീകരണത്തിൻ്റെയോ വിജയം. ഞായറാഴ്ചത്തെ പാഠത്തിൽ സമ്പർക്ക പാഠങ്ങൾ എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. സമ്പർക്കം മൂലമുള്ള പാഠങ്ങൾ. പൗലോസിൻ്റെ സുവിശേഷ യാത്ര ഏതാണ്ട് 13,400 മൈലുകൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അപ്പോസ്തലൻ്റെ സുവിശേഷ ദൗത്യത്തിൽ അപ്പോസ്തലൻ യാത്ര ചെയ്ത ദൂരം. 13,400 കിലോമീറ്റർ. ഏതൊക്കെ സ്ഥലത്താണ് അപ്പോസ്തലൻ കൂടുതലും യാത്ര ചെയ്ത് വിസിറ്റ് ചെയ്തത്? കോരിന്ത്, എഫെസോസ്, ഇതെല്ലാം വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു. ശരിക്കും ഒരു വളരെ ഗണ്യമായ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ വളരെ ഗണ്യമായ സമയം ചിലവഴിച്ചത് കോരിന്തിലും എഫെസോസിലും ആണ്. അവിടെ നിന്ന് നാടൻ അതിൻ്റെ ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിലേക്കും അപ്പോസ്തലൻ സന്ദേശം വ്യാപിപ്പിച്ചു. കൊലോസ്യർ 4:7-9 വരെയുള്ള ഭാഗത്ത്, എൻ്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനും ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനുമായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. ഇത് നമ്മൾ ഈ ഭാഗം കൊലോസ്യ ലേഖനത്തിലെ 4-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ അപ്പോസ്തലൻ്റെ ഈടാർന്ന സ്നേഹം, വിശ്വാസികളോട് സഹപ്രവർത്തകരോടുള്ള ഈടാർന്ന സ്നേഹം നമ്മൾക്ക് മനസ്സിലാകും. ഇതുപോലെ സഹപ്രവർത്തകരെയും വിശ്വാസികളെയും സഭയെ സ്നേഹിച്ച ഒരു അപ്പോസ്തലനുമില്ല. അത്രമാത്രം. അത് നമുക്ക് ആ ഓരോ വാക്കുകളിലും എൻ്റെ പ്രിയ സഹോദരൻ, പ്രിയ മകനെ, പ്രിയ വിശ്വാസി, വളരെയധികം ഹൃദയബന്ധം പുലർത്തുന്ന രീതിയിലാണ് അപ്പോസ്തലൻ്റെ സംബോധനകൾ തന്നെ. എൻ്റെ അവസ്ഥ ഒക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ്. ശരിക്കും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനും അങ്ങോട്ട് വളരാൻ അനുവദിക്കാത്ത ആളുകളാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ അസൂയ, പക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കൂടെ വേല ചെയ്യുന്നവരെ താഴ്ത്തിക്കെട്ടാനാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ അപ്പോസ്തലനാണെങ്കിൽ എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ, ഈടാർന്ന സ്നേഹബന്ധം പുലർത്തുവാനൊക്കെയാണ് അപ്പോസ്തലൻ്റെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നവർ തിഹിക്കോസ്, സഹഭൃത്യനായ തിഹിക്കോസ് വന്നിട്ട് ഞങ്ങളുടെ അവസ്ഥയൊക്കെ പറഞ്ഞു തരും. മാത്രമല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോസ്തലൻ്റെ വേർപാടിലൊക്കെ ഈ ഫിലിപ്പിയ വിശ്വാസികൾക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായി. അവരെയൊക്കെ ആശ്വസിപ്പിക്കുമെന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ അവരുടെ കൂടെ വിടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ വിശ്വസ്തദാസനായ ഒനേസിമോസ് എന്ന വിശ്വസ്തൻ മാത്രമല്ല അപ്പോസ്തലന് പ്രിയനുമായിരുന്നു ഈ ഒനേസിമോസ് എന്ന സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ പറഞ്ഞ് നിങ്ങളെ അറിയിക്കും. ഒരിക്കൽ പോലും ഒന്നും മറച്ചു വെക്കാൻ അപ്പോസ്തലൻ അവരോട് ആവശ്യപ്പെടുന്നില്ല. പകരം എല്ലാം തുറന്ന് സംസാരിക്കുവാൻ, ഇവിടെ ഉള്ളതെല്ലാം നിങ്ങളോട് പറയും. ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ആ വിവരവും പറയണമെന്നുള്ളതാണ്. തിഹിക്കോസിനെ പറ്റി അപ്പോസ്തലൻ്റെ സാക്ഷ്യം, തൻ്റെ സഹപ്രവർത്തകനായ തിഹിക്കോസിനെ പറ്റി ശരിക്കും ഒരു നല്ല സാക്ഷ്യമുണ്ട് അപ്പോസ്തലൻ. എന്താണെന്നറിയാമോ? ഒന്നാമത് പറയുന്നത് കർത്താവിൽ പ്രിയ സഹോദരൻ എന്ന് പറയുന്നുണ്ട്. പിന്നെയോ വിശ്വസ്ത ശുശ്രൂഷകൻ, മൂന്നാമത് സഹഭൃത്യൻ എന്ന് പറയുന്നുണ്ട്. ശരിക്കും നമ്മളിങ്ങനെയുള്ള ഒരു നല്ല സാക്ഷ്യം നമ്മളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോട്, ദൂരെയുള്ള ഒരാൾക്ക് നമ്മൾ ഇതുപോലെ ഒരു കൊടുക്കുമോ? കർത്താവിൽ പ്രിയ സഹോദരനാണ്, വിശ്വസ്ത ശുശ്രൂഷകനാണ്, സഹഭൃത്യനാണ്, അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. തിഹിക്കോസ് എന്ന പേരിൻ്റെ അർത്ഥം ഭാഗ്യവാൻ എന്നാണ്. ഭാഗ്യവാൻ. ശരിക്കും വിശ്വസ്ത ശുശ്രൂഷകൻ എന്ന അപ്പോസ്തലൻ ഈ സഹപ്രവർത്തകനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല സഹഭൃത്യനാക്കുന്നുണ്ട്, വിശ്വസ്ത ശുശ്രൂഷകനാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ യെരുശലേമിലെ ദരിദ്രരായ വിശ്വാസികൾക്ക് വേണ്ടി അപ്പോസ്തലൻ ഒരു പണപ്പിരിവ് നടത്തി.
അത് വളരെ ആവശ്യമാണ്. ഒരു സഭയിലുള്ള വിശ്വാസികൾ അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നെങ്കിൽ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി തോള് കൊടുക്കുവാനുള്ള ഒരു ആഗ്രഹം നമ്മൾക്കും ഉണ്ടാകണം. അപ്പോൾ അവർക്ക് വേണ്ടി ധനശേഖരം നടത്തിയ കൂട്ടത്തിൽ ശരിക്കും ഈ തിഹീക്കോസ് ഉണ്ടായിരുന്നു. ആ ധനശേഖരത്തിന് വേണ്ടി പോയ സമയത്ത് ആ യാത്രയിൽ തിഹീക്കോസ് കൂടെ ഉണ്ടായിരുന്നു. ഈ തിഹീക്കോസ് എന്ന് പറയുന്നത് ഏഷ്യയിൽ നിന്നുള്ള ഒരു ആളാണ് തിഹീക്കോസ്. ശരിക്കും റോമിലെ തൻ്റെ രണ്ടാമത്തെ തടവ് വാസത്തിലും തിഹീക്കോസ് അപ്പോസ്തലനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ധനശേഖരത്തിന് മാത്രമല്ല, ജയിൽവാസത്തിലും തിഹീക്കോസ് അപ്പോസ്തലനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം നേരിട്ട് സന്ദർശിക്കുവാൻ കഴിയാത്ത അവസരങ്ങളിൽ അപ്പോസ്തലൻ എന്താ ചെയ്തതെന്നറിയാമോ? വിശ്വാസികളോടുള്ള തൻ്റെ സ്നേഹവും ശരിക്കും കരുതലും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ സഹപ്രവർത്തകരെ അയക്കുകയോ അവർക്ക് ആരിൽ കൂടെയെങ്കിലും ലേഖനങ്ങൾ എഴുതി അയക്കുകയോ കത്ത് അയക്കുകയോ ചെയ്യുക പതിവായിരുന്നു. അങ്ങനെ അയച്ച കൂട്ടത്തിൽ ഈ തിഹീക്കോസിനെയും പ്രിയ ശിഷ്യനുമായ ഒനേസിമോസിനെയും കൂടി അയച്ചു. ശരിക്കും ഈ ഒനേസിമോസ് ആരെന്നറിയാമോ? ഒനേസിമോസ് എന്ന് പറയുന്നത് ഫിലോമോൻ്റെ അടിമയായിരുന്നു. ഈ ഒനേസിമോസ് എന്ത് ചെയ്തു? അവിടെയുള്ള ഏതോ വിലപിടിപ്പുള്ള വസ്തു എടുത്തുകൊണ്ട് ഒളിച്ചോടിപ്പോയി. അങ്ങനെ ഒളിച്ചോടിപ്പോയ ഒനേസിമോസ് പൗലോസുമായി കണ്ടുമുട്ടുകയും ആ സുവിശേഷം പൗലോസിൽ നിന്ന് ദൈവവചനം കേട്ട് ദൈവഭാഗത്ത് വന്ന് ഏറ്റവും അരുമ ശിഷ്യനായി എന്നാണ് മനസ്സിലാകുന്നത് ഒനേസിമൻ. ഒനേസിമോസിനോട് പറഞ്ഞത് എൻ്റെ പ്രിയൻ എന്നാണ് പറഞ്ഞത്, പ്രിയൻ. അപ്പോൾ ഒരിക്കൽ പോലും ഒരു മനുഷ്യരെയും നമ്മൾ താത്ത് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ആരുടെ അവന് കള്ളനാ, ഇനി ഒരിക്കലും അവനെ കൂട്ടരുത്, അവന് നമ്മുടേത് എടുത്തുകൊണ്ട് പോകുമെന്ന് പറയും അല്ലേ? പക്ഷെ ഒരിക്കൽ പോലും അപ്പോസ്തലൻ അങ്ങനല്ല. അവൻ്റെ ഹൃദയത്തിലാഴത്തിൽ ആ സ്നേഹം കൊടുക്കുവാൻ അപ്പോസ്തലന് കഴിഞ്ഞു. ദൈവഭാഗത്ത് വന്നു, ദൈവസ്നേഹത്തിലായി. മാത്രമല്ല അപ്പോസ്തലൻ്റെ പ്രിയ ശിഷ്യനുമായി മാറി. ഈ ഒനേസിമോസിനെയാണ് അയച്ചത് തിഹീക്കോസിൻ്റെ കൂടെ. തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ സഭകൾ തമ്മിലുള്ള ബന്ധങ്ങൾ അതൊരു വലിയ അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് അത് എത്രമാത്രം ഉണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ പത്തനംതിട്ട സഭയിലായിരുന്ന സമയത്ത് പത്തനംതിട്ട അതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ സഭാവിശ്വാസികളും 13-ാം ശബദത്തിന് ഒത്തുകൂടി ദിവ്യാരാധനയിലൊക്കെ പങ്കെടുത്ത് ശരിക്കും തിരുവത്താഴ ശുശ്രൂഷ കഴിഞ്ഞ് സ്നേഹവിരുന്നൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി അവിടെ ഇരുന്ന് വൈകുന്ന സമയങ്ങളിലാണ് അവിടെ പോയിരുന്നത്. അന്നത്തെ ആ ബന്ധം ഇന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥമായി ഇടാർന്ന ബന്ധമായിരുന്നു അടുത്തുള്ള സഭാവിശ്വാസികൾ, അടുത്തുള്ള സഭകളും എല്ലാം കൂടെ. ഇന്നത് വളരെ ശുഷ്കമായിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾക്കത് തിരുത്താവുന്നതുമാണ്. വിവിധ സഭകളുമായി ബന്ധപ്പെടാൻ ഇന്ന് അനേക മാർഗങ്ങളുണ്ട്. ഇന്നത്തെ എന്തൊക്കെയാണ്? ഒരു സഭയിലുള്ള വിശ്വാസിയുമായിട്ട് വേറൊരാളുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഇന്നാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്. എന്നാൽ ആദ്യ നൂറ്റാണ്ടുകളിൽ ഇങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും കാൽനടയായി നടന്നു പോകേണ്ടിയിരുന്നു, അല്ലെങ്കിൽ പടകിലൊക്കെ കയറി പോകേണ്ടിയിരുന്നു. ചെറിയ കപ്പൽ യാത്രകളൊക്കെ ആയിരുന്നു. അന്നത്തെ കാലത്തെ യാത്രകളൊക്കെ വളരെ ദുഷ്കരമായിരുന്നു എന്നാണ് പറയുന്നത്. കൊലോസ്യർ 4:10-11 എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർന്നബാസിൻ്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവർ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവരെ നിങ്ങൾ കൈക്കൊള്ളുവിൻ. യൂസ്തോസ് എന്ന് പറയുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടി വേലക്കാരായിട്ട് എനിക്ക് ആശ്വാസമായി തീർന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇത് കൊലോസ്യർ 4:10-11 അപ്പം ശരിക്കും എൻ്റെ സഹബദ്ധനായ അവിടെ ഒരു സഹപ്രവർത്തകനെ അപ്പോസ്തലൻ പ്രശംസിക്കുന്നത് എൻ്റെ സഹബദ്ധനായ അരിസ്തർഹോസ്, ബർന്നബാസിൻ്റെ മച്ചുനനായ മർക്കോസ്, അവരൊക്കെ നിങ്ങളുടെ അടുക്കൽ വന്നാൽ എന്ത് ചെയ്യണം? അവരെ കൈക്കൊള്ളണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് ഇല്ലേ? അതൊക്കെ എത്ര സ്നേഹമാണ്! ആ വിശ്വാസികളോടുള്ള വിശ്വാസവും ഈ ചെല്ലുന്നവരോടുള്ള സ്നേഹവും. അവരെ കൈക്കൊള്ളണം, അവരെ ഉപദേശിക്കുവാണ്. യൂസത്തോസ് എന്ന് പറയുന്ന യേശു നിങ്ങളെ വന്ദനം ചെയ്യുന്നു.
പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രം എന്ന് വെച്ചാൽ ഇവർ യഹൂദന്മാരായിരുന്നു. പരിച്ഛേദനക്കാരിൽ ഇവർ മാത്രമാണ് അപ്പോസ്തലൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മറ്റു പരിച്ഛേദനക്കാരും ചെന്നില്ല. ഇവരെല്ലാം ചെന്ന ഈ പരിച്ഛേദനക്കാർ യഹൂദന്മാർ അപ്പോസ്തലന് ആശ്വാസമായി തീർന്നു എന്നാണ് പറയുന്നത്. ആരാണ് ഈ അരിസ്തർഹോസ് എന്ന് പറയുന്ന ആൾ? ഈ അരിസ്തർഹോസ് എന്ന് പറയുന്നത് തെസ്സലോനിയക്കാരനാണ്. തെസ്സലോനിയക്കുള്ള ലേഖനമുണ്ട്, അവിടെ സഭയുണ്ട്. അവിടെയുള്ളൊരു തെസ്സലോനിയക്കാരനാണ് ഈ അരിസ്തർഹോസ്. അപ്പോൾ എഫെസോസിലെ വിപ്ലവത്തിലെ ഗായോസിനോടൊപ്പം ശത്രുക്കൾ ഈ അരിസ്തർഹോസിനെ പിടിച്ചുകൊണ്ട് പോയി. അവൻ പൗലോസിനോടൊപ്പം തടവിൽ ഉണ്ടായിരുന്നു. റോമിലേക്കുള്ള കപ്പൽ അപ്പോസ്തലന്റെ റോമിലേക്കുള്ള കപ്പൽ യാത്രയിലും ഈ അരിസ്തർഹോസ് പൗലോസിന് ഒപ്പം ഉണ്ടായിരുന്നു. യൂസ്തോസ് എന്ന് പറയുന്ന ആള്, അതിൻ്റെ വേറെ പേര് യേശു എന്നാണ്. യേശു എന്ന പേരിന് യോശുവ എന്ന് അർത്ഥമുണ്ട്. ലാറ്റിൻ പേരാണ്. ഈ ലാറ്റിൻ പേര് യൂസ്തോസ് എന്നതിൻ്റെ അർത്ഥം ജസ്റ്റസ് എന്നാണ്. എന്ന് വെച്ചാൽ നീതിയുള്ളവൻ എന്നാണ് ഈ അതിൻ്റെ പേരിൻ്റെ അർത്ഥം. യോശുവ എന്നതിന് ഇതിന് തുല്യമാണ് ഈ പേര്. യഹൂദന്മാരിൽ നിന്ന് വേർപെട്ട് വന്നവനാണ് ഈ യൂസ്തോസ്. ശരിക്കും ഈ യഹൂദന്മാരിൽ നിന്നും വേർപെട്ട് വന്ന യൂസ്തോസ് അപ്പോസ്തലന് വളരെ ആശ്വാസപ്രദനായിരുന്നു എന്നാണ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ശരി, ദൂതുവാഹകർ വഴിയാണ് അപ്പോസ്തലൻ ഇപ്പം മറ്റുള്ളവർക്കൊക്കെ കത്ത് അയച്ചു കൊടുത്തത്. പല ദൂതുവാഹകർ വഴി പൗലോസ് വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരുന്നു. ശരിക്കും അന്നത്തെ ഈ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ വാട്സാപ്പോ ഒന്നും ഇല്ലാത്ത സമയത്ത് അപ്പോസ്തലൻ അറിയിപ്പ് കൊടുത്തത് അല്ലെങ്കിൽ വിശ്വാസി എങ്ങനെ ജീവിക്കണം, അവരുടെ സുഖക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ചത് കത്ത് മുഖേനയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് അപ്പോസ്തലൻ ചെയ്തിരുന്നു. എങ്ങനെയൊക്കെയാണ്? ഈ ആശംസകൾ അയച്ചിരുന്നു, കത്തുകൾ അയച്ചിരുന്നു. അപ്പോൾ ഈ ആശംസകളിലൂടെ പൗലോസ് സഹവിശ്വാസികൾക്കിടയിൽ ബന്ധം സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്തു. സഹവിശ്വാസികൾക്കിടയിൽ ബന്ധം പുലർത്തി, മാത്രമല്ല ഉണ്ടായിരുന്ന ബന്ധം അത് വളർത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈ അരിസ്തർഹോസ്, മർക്കോസ്, യൂസ്തോസ് എന്നിവരുടെ ജൂത ക്രിസ്ത്യാനികളായിരുന്നു. ആ കൂട്ടത്തിൽ 3 വിജാതീയരും കൂടി ഉണ്ടായിരുന്നു. ഇവർ 3 പേരും, അരിസ്തർഹോസും പിന്നെ മർക്കോസും യൂസ്തോസും, അവർ യഹൂദ പരിച്ഛേദന ഏറ്റവരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ 3 വിജാതീയരൂടെ ഉണ്ടായിരുന്നു. അവർ എപ്പഫ്രാസ്, ലൂക്കോസ്, ദേമാസ്. ഈ 3 പേരാണ്. എപ്പഫ്രാസ്, ലൂക്കോസ്, ദേമാസ്. അപ്പം ജൂത ക്രിസ്ത്യാനികളും വിജാതീയ ക്രിസ്ത്യാനികളും ഒന്നിച്ച് ദൈവവേല ചെയ്തു. ശരിക്കും അവരുടെ ഇടയിൽ ഒരു സൈസ് പെരുമുറുക്കമുണ്ട്. അവർ പരിച്ഛേദന ഏറ്റവരല്ലാന്ന് യഹൂദന്മാർ വാസ്തവത്തിൽ അവരെ നിന്ദിക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ പൗലോസിനോടൊപ്പമുള്ള ദൈവവേല വളരെ ശക്തമായി തന്നെ ശരിക്കും ഈ വിജാതീയരും ജൂത ക്രിസ്ത്യാനികളും ചെയ്തു തീർത്തു എന്ന് അപ്പോസ്തലൻ പറയുന്നു. തൻ്റെ ആദ്യ മിഷനറി യാത്രയിൽ പൗലോസിനെ ഉപേക്ഷിച്ചു പോയ ജോൺ മർക്കോസ് എന്ന് പറയുന്നുണ്ട്. ബർന്നബാസിൻ്റെ മച്ചുനുണ്ടായ മർക്കോസ് എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ യാത്രയിൽ ഈ മർക്കോസ് കൂടെ ഉണ്ടായിരുന്നു, അങ്ങ് തിരിച്ചുപോയി. എന്നാൽ ഈ മർക്കോസ് വീണ്ടും പൗലോസ് അപ്പോസ്തലൻ്റെ ഇടയ്ക്ക് മടങ്ങി വന്നു. അത് അപ്പോസ്തലന് വലിയൊരു ആശ്വാസമായി എന്ന് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പൂർണ്ണമായും പൂർണ്ണതയോടും കൂടി എന്നുള്ളൊരു ഭാഗമാണ് ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ്. പൂർണ്ണമായി പൂർണ്ണതയോടെ നിൽക്കുന്നു. ഇത് ശരിക്കും നമ്മുടെ ഏതൊരു അർത്ഥവത്തായ ശ്രമവും അത് വിജയത്തിലേക്ക് എത്തപ്പെടുന്നതിന് അതിന് വ്യക്തമായ ലക്ഷ്യമുണ്ടാവണം. മാത്രമല്ല നമ്മുടെ ശ്രദ്ധയും ആവശ്യമാണ്. ഏതൊരു പുതിയ സംരംഭവും നമ്മൾ തുടങ്ങുമ്പോൾ അതിനൊരു നല്ല ലക്ഷ്യമുണ്ടാവണം. മാത്രമല്ല അതിനകത്ത് വേറെ എന്തും കൂടി ഉണ്ടാവണം, നമ്മുടെ നല്ല ശ്രദ്ധയും ഉണ്ടാകണം. ഈ സുവിശേഷ പ്രവർത്തനവും അതുതന്നെയാണ്. ലക്ഷ്യമുണ്ടാവണം, നല്ല ശ്രദ്ധയും അതിൽ ഉണ്ടാവണം. അപ്പോൾ അപ്പോസ്തലൻ്റെ ജീവിതവും ശുശ്രൂഷയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും എല്ലാവരുടെയും ജീവിതവും ലക്ഷ്യവും നല്ല ശ്രദ്ധയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നല്ല ജീവിതമായിരുന്നു, നല്ല ലക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ല ശ്രദ്ധയുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഫിലിപ്പിയർ 3:13-14,
സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലൻ പറയുന്നത് നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ലക്ഷ്യമുണ്ടാവണം, അതിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം. അപ്പോസ്തലൻ തന്നെ പറയുന്ന, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഞാൻ അതെല്ലാം നേടി എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. പിന്നെയോ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് വേണ്ടി ആഞ്ഞും കൊണ്ട് ഞാൻ ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഓടുന്നു എന്ന് പറയുന്നു. ക്രിസ്തുയേശുവിൽ അവൻ്റെ പരമവിളിയുടെ പൂർത്തീകരണത്തിലേക്ക് ഓടുവാണ്. മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. എങ്ങനെയെങ്കിലും ഒന്നാമതെത്തുക എന്നുള്ളതാണ് ഒരോട്ടക്കാരൻ്റെ ലക്ഷ്യം. ശരിക്കും യേശു ക്രിസ്തു തന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാനാണ് ആ ലക്ഷ്യം ആ പൂർത്തീകരണത്തിൽ എത്തുക, ആ ലക്ഷ്യം കൈവരിക്കുക. അതാണ് പൗലോസിൻ്റെ ജീവിതം. അതിൽ പൗലോസ് ഒരു ജീവമരണ പോരാട്ടത്തിലാണെന്ന് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്. തൻ്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി, എങ്ങനെങ്കിലും ഒന്നാമതെത്താൻ വേണ്ടി യേശു ക്രിസ്തു തന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ടൊരു ജീവൻ മരണ പോരാട്ടം നടത്തുവാൻ അപ്പോസ്തലൻ തയ്യാറാണ്. ശരിക്കും എങ്ങനെയുള്ളതാണ് ആ ഓട്ടം? ആ ഓട്ടം എന്ന് പറയുന്നത് പിമ്പിലുള്ളത് മറന്നിട്ട് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ടാണ് ആ ഓട്ടം. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലനെ പോലെ മുമ്പിലുള്ള ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചാണ് നാം ഓടേണ്ടത്. നമ്മുടെ മുമ്പിലുള്ളത് യേശു ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാമും ഓടേണ്ടത്. അങ്ങനെ തന്നെ ഓടുവാൻ നാം വിശ്വാസികളിൽ ശ്രമിക്കേണ്ടതാണ്. കൊലോസ്യർ 4:12-13 നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. വേറൊരാളെ കുറിച്ചുള്ള അപ്പോസ്തലന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എഫെസ്യർ 4:12-13 നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിൻ്റെ ദാസനായ. അപ്പം കൊലോസ്യ വിശ്വാസികളോടാണ് ഇത് പറയുന്നത്. അപ്പൊ കൊലോസ്യ വിശ്വാസികൾ എന്ന് പറയുന്നത് അവരെത്ര മാത്രം നല്ല വിശ്വാസികളാണ് ആ സഭയിലുള്ളവർ. ആ സഭ വാസ്തവത്തിൽ രൂപീകരിച്ചത് ഈ എപ്പഫ്രാസാണ്. അത് ഫിലിപ്പിയിൽ സുവിശേഷം, പൗലോസിന്റെ സുവിശേഷം കേട്ടാണ് ആ എപ്പഫ്രാസ് ദൈവഭാഗത്ത് വന്നത്. അപ്പോൾ ആ സഹബദ്ധനാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകനാണ് കൊലോസ്യ സഭ സ്ഥാപിച്ചത്. ഒരിക്കൽ പോലും കൊലോസ്യ സഭയിൽ അപ്പോസ്തലൻ പോയിട്ടില്ല. എന്നാൽ ആ വിശ്വാസികളോടുള്ള കരുതല്, സ്നേഹം എന്താണെന്നറിയാമോ? ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്നറിയാമോ? നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ ഈ പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന്. അപ്പം നിങ്ങൾ തികഞ്ഞവരായിരിക്കണം. നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളത് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. അതിനുവേണ്ടി ഈ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. വെറുതെ പ്രാർത്ഥിക്കുമല്ല, പ്രാർത്ഥിച്ചിട്ട് പിടിച്ചു വാങ്ങുവാൻ ശ്രമിക്കുന്നു. കൊലോസ്യ ഏതൊക്കെ സഭയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് അറിയാമോ? കൊലോസ്യ, ലവോദിക്ക, ഹിയരപോലിസ്, ഈ തുടങ്ങിയ സഭകളിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ എപ്പഫ്രാസ് പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നത്. കൊലോസ്യ സഭ, ലവോദിക്ക സഭ, ഹിയരപോലിസ് സഭ. എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനകൾക്ക് പ്രത്യേക ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് വേറൊരാൾ തന്നെ ഏറ്റുപറയാണ്. എപ്പഫ്രാസ് പ്രാർത്ഥിക്കുന്നത് എപ്പഫ്രാസ് മാത്രമല്ല അത് പറയുന്നത്, പകരം അപ്പോസ്തലനാണ് പറയുന്നത്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവൻ നിരന്തരം പോരാടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ്, എന്താണ് എപ്പഫ്രാസിൻ്റെ ലക്ഷ്യം? കൊലോസ്യർ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണരായി നിൽക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എപ്പഫ്രാസിൻ്റെ ലക്ഷ്യം, കൊലോസ്യ സഭയ്ക്ക് വേണ്ടി എപ്പഫ്രാസ് പ്രാർത്ഥിച്ചതിൻ്റെ ലക്ഷ്യം കൊലോസ്യർ തികഞ്ഞവരാകണം, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണരായി നിൽക്കണം എന്നതായിരുന്നു.
ഈ പ്രാർത്ഥനകൾക്ക്, ഈ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനകൾക്ക് ചില സമ്പന്നമായ ഘടകങ്ങളുണ്ടായിരുന്നു. അതിനെ പറയുന്നത്, ഒന്ന് നിൽക്കുക, തികഞ്ഞത്, പൂർണ്ണം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. പൂർണ്ണം എന്ന വാക്കിൻ്റെ അർത്ഥം, നിൽക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ചഞ്ചലപ്പെടാതെ ഉറച്ചു നിൽക്കുക എന്ന. വെറുതെ നിൽക്കാനല്ല വാസ്തവത്തിൽ അങ്ങനെ അപ്പോസ്തലൻ പറഞ്ഞു. എന്തോന്നറിയാമോ? ചഞ്ചലപ്പെടാതെ ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സുവിശേഷ സത്യത്തിൽ ആത്മവിശ്വാസം പുലർത്തുകയും ചെയ്താൽ മാത്രമേ ഉറച്ചു നിൽക്കുവാനും കഴിയൂ. അപ്പോൾ ഒരു വിശ്വാസി ഉറച്ചു നിൽക്കണവൻ അവന് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, അവന് സുവിശേഷ സത്യത്തിൽ ആത്മവിശ്വാസം ഉണ്ടാവണം. അല്ലാതെ എന്തെങ്കിലും വിശ്വസിക്കുകയും എന്തെങ്കിലും പറയുകയും ചെയ്യുക അല്ല. ഞാൻ അഡ്വന്റിസ്റ്റുകാരനാണെന്ന് പറഞ്ഞിട്ട് അഡ്വന്റിസ്റ്റ് സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ പറയുന്നതിൽ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ തന്നെ ഇവിടെ പറയുന്നത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സുവിശേഷ സത്യത്തിൽ ആത്മവിശ്വാസം പുലർത്തുകയും ചെയ്താൽ മാത്രമേ ഉറച്ചു നിൽക്കാൻ സാധിക്കൂ. അടുത്ത വാക്ക് തികഞ്ഞത് എന്നതാണ്. ഈ തികഞ്ഞത് എന്ന് പറയുന്നത് ത്യാഗപരമായ സ്നേഹത്തിൽ ആത്യന്തികമായി പ്രകടിപ്പിക്കുന്ന സ്വഭാവത്തിൻ്റെ പൂർണ്ണതയാണ്. ഒരു സ്വഭാവത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ചാണ് തികഞ്ഞത് എന്ന് പറയുന്നത്. അത് ത്യാഗപരമായ സ്നേഹമാണ്. ആത്യന്തികമായി അത് ഹൃദയത്തിൽ നിന്ന് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ പൂർണ്ണതയാണ് ഇവിടെ പറയുന്ന തികഞ്ഞത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പൂർണ്ണമായി കൊണ്ടുവരിക എന്നത് ശക്തമായ വാക്കിൻ്റെ അർത്ഥം പൗലോസ് കർത്താവിലെ ശക്തിപ്പെടുത്തപ്പെട്ടതിനെയും പരാമർശിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ സന്ദേശം പൂർണ്ണമായി പ്രസംഗിക്കപ്പെടുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞാൽ അങ്ങനെ ആത്മാവിൽ പൂർണ്ണമായി നിറഞ്ഞ് ശക്തമായി സംസാരിക്കുവാൻ കഴിയുന്നതാണ് ശരിക്കും പൂർണ്ണതയിലെത്തുക എന്ന് പറയുന്നത്. അപ്പോൾ കൊലോസ്യ വിശ്വാസികൾ ദൈവഹിതത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ശരിക്കും നിറഞ്ഞവരാകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അവൻ്റെ മഹത്വമുള്ള ശക്തി വഴി കർത്താവിന് യോഗ്യമായി അവർ ജീവിക്കുകയും എല്ലാവിധത്തിലും അവനെ പ്രസാദിപ്പിക്കുകയും ചെയ്യണമെന്നും പൗലോസ് തന്നെ പ്രാർത്ഥിച്ചു. അപ്പോൾ കൊലോസ്യ വിശ്വാസികൾ, എപ്പഫ്രാസ് മാത്രമല്ല പൗലോസും പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? കൊലോസ്യ വിശ്വാസികൾ ദൈവഹിതത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയണമെന്നും അവൻ്റെ മഹത്വമുള്ള ശക്തി വഴി കർത്താവിന് യോഗ്യമായി ജീവിക്കുകയും വേണം. അപ്പോൾ ഓരോ വിശ്വാസിയും ഓരോ ശുശ്രൂഷകനും എന്ത് വേണം? വിശ്വാസത്തിൽ നിറഞ്ഞവനാകണം, കർത്താവിൽ അവന് ശക്തിപ്പെട്ട് വേറെ എന്ത് ചെയ്യണമെന്നറിയാമോ? നല്ല ജീവിത സന്ദേശമുള്ളവനായിരിക്കണം, യോഗ്യമായി ജീവിക്കണമെന്നാണ് വാക്കതാണ്, യോഗ്യമായി ജീവിക്കണം. ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നാം വരുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുന്നു പക്ഷേ അതിൽ നിന്നല്ല. ഈ ലോകത്തിൽ ജീവിക്കുന്നു പക്ഷേ അതിൽ നിന്നല്ല. കൊലോസ്യർ 4:14-15 അവിടെ പറയുന്നത്, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ലവോദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെയ്യുവേ. ശരിക്കും ഇത് കൊലോസ്യർ 4:14-15 വാക്യങ്ങൾ പറയുന്നത്, വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പിന്നെ ലവോദിക്കയിലെ സഹോദരന്മാർക്കും അവിടെ വന്ദനമുണ്ട്. പിന്നെ ആർക്കെന്നറിയാമോ? ഒരു സ്ത്രീയുടെ പേരൂടെ പറയുന്നുണ്ട്, നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു പാഠത്തിൽ ഞാൻ ലൂദിയയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അതുപോലെ ഇവിടെയും ഒരു വീട്ടിലെ സഭയുള്ള ഒരു സ്ത്രീയുണ്ട്, നുംഫയ്ക്കും. ആരാണ് ഈ ലൂക്കോസ്? ഈ ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു പുറജാതി വൈദ്യനാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ് ലൂക്കോസ്. ഒരു പുറജാതി വൈദ്യനാണ്. എന്നാൽ ഒരു ഉറച്ച ക്രിസ്ത്യാനി, ഒരു പുറജാതിക്കാരനായിരുന്നു, എന്നാൽ ഒരു ഉറച്ച ക്രിസ്ത്യാനി, ഒരു ദൈവഭക്തനുമാണ്. പൗലോസിൻ്റെ സഹപ്രവർത്തകനുമായിരുന്നു. വൈദ്യനാണ്, ഉറച്ച ക്രിസ്തീയ വിശ്വാസിയാണ്, പൗലോസിൻ്റെ സഹപ്രവർത്തകനുമായിരുന്നു. പൗലോസ് തൻ്റെ രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് പൗലോസ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് ജഡത്തിലൊരു ശൂലമുണ്ട് എന്ന്. അത് അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയിൽ ചികിത്സ തേടിയത് ഈ ലൂക്കോസ് വൈദ്യൻ്റെ അടുത്ത്. വളരെ പ്രശസ്തനായിരുന്നു എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് വൈദ്യനെ ചെന്ന് കണ്ടു. ആ കൂടിക്കാഴ്ച മുഖാന്തരം ലൂക്കോസ് പൗലോസിനെ അനുഗമിച്ചു. ഇവിടെ വന്ദനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തൻ്റെ പ്രിയ വൈദ്യനും ഉണ്ട് എന്ന് പ്രത്യേകമായിട്ട് അപ്പോസ്തലൻ എടുത്തു പറയുന്നു.
ഈ ലൂക്കോസാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയ അപ്പോസ്തലൻ. ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയ അപ്പോസ്തലൻ വൈദ്യനായ ലൂക്കോസാണ്. ദേമാസും ലൂക്കോസും ഒന്നിച്ചാണ് ദൈവവേല ചെയ്തിരുന്നത്. ദേമാസ് നിങ്ങളെ വന്ദനം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ദേമാസും ലൂക്കോസും ഒന്നിച്ചാണ് ദൈവവേല ചെയ്തിരുന്നത്. എന്നാൽ പൗലോസിൻ്റെ കഷ്ടതയുടെ പാരമ്യത്തിൽ, പൗലോസ് റോമിലെ ശരിക്കും കാരാഗൃഹത്തിലായിരുന്ന സമയത്ത്, പൗലോസിൻ്റെ 2ാം കാരാഗ്രഹവാസ കാലത്ത് ഈ ദേമാസ് പൗലോസിനെ വിട്ടുപോയി. തൻ്റെ സ്വന്തം കാര്യം നോക്കിപ്പോയി എന്നാണ് പറയുന്നത്. അത് പൗലോസിനെ അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി പോലെയാണ് പറയുന്നത്. മറ്റുള്ളവരെല്ലാം പൗലോസിന് ആശ്വാസമായിരുന്നപ്പോൾ ഇവിടെ ദേമാസിൻ്റെ അങ്ങനത്തെയുള്ളൊരു പോക്ക് അപ്പോസ്തലന് വളരെ വിഷമമുണ്ടാക്കി. അപ്പോൾ എന്നാൽ ലൂക്കോസ് യേശുവിനോടും അവൻ്റെ രാജ്യത്തോടുമുള്ള ലൂക്കോസിൻ്റെ സ്നേഹം എന്ത് സംഭവിച്ചാലും അപ്പോസ്തലനെ വിട്ട് പോകത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ലൂക്കോസ് എത്തിച്ചേർന്നു. ആ ലൂക്കോസിനെ ആ ത്യാഗ മനോഭാവം വളരെയധികം സ്വാധീനിച്ചു. കർത്താവിൻ്റെ 2ാം വരവിനായി കാത്തിരിക്കുന്നവർക്കായുള്ള ഉപദേശങ്ങൾ മർക്കോസ് 13:32 നമ്മൾക്ക് വായിക്കാൻ കഴിയും. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. മർക്കോസ് 13:32. അപ്പോൾ ഈ ഭൂമിയിൽ കഷ്ടതയൊക്കെ അനുഭവിച്ച് കാരാഗ്രഹവാസമൊക്കെ അനുഭവിച്ച് ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും ബാക്കിയുള്ള ആളുകളും എല്ലാ വിശ്വാസികളും എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയിരുന്നതെന്നറിയാമോ? കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടിയല്ലേ നമ്മൾ നോക്കിയിരിക്കുന്നത്? ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു ദൈവമോ ഒരു സമയമോ ദിവസമോ നിശ്ചയിക്കേണ്ട കാര്യമില്ല. തീത്തോസ് 2:11-14 വരെയുള്ള ഭാഗത്ത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. മനസ്സിലായില്ലേ? അപ്പം ദൈവഭാഗത്ത് നിൽക്കുന്നതിന് സകല മനുഷ്യർക്കും അത് സ്വീകരിക്കുവാൻ വിനയത്തോടുകൂടിയുള്ളൊരു ഹൃദയം നമ്മൾക്ക് ആവശ്യമാണ്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം? സുബോധത്തോടുകൂടി ജീവിക്കണം. മാത്രമല്ല നമ്മൾ നീതിയോടെ ജീവിക്കണം, ദൈവഭക്തിയോടുകൂടെ ജീവിക്കണം. അങ്ങനെ ജീവിച്ചു പോരേണ്ടതിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇവിടെ 2 പത്രോസ് 3:10-14 വരെയുള്ള ഭാഗത്ത് കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണർന്നിരിക്കണം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഇത് സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾക്ക് എന്താ വേണ്ടത്? നമ്മൾ ഉണർന്നിരിക്കണം, ജാഗരൂകരായിരിക്കണം, യജമാനൻ്റെ വരവിനായി എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്ന് യേശു പറഞ്ഞു, അപ്പോസ്തലന്മാരും പറഞ്ഞു. അത് പലപ്പോഴും നമുക്കുള്ളൊരു മുന്നറിയിപ്പാണ്. എങ്ങനെയാണെന്ന്? ഉണർന്നിരിക്കുക, ജാഗരൂകരായിരിക്കുക, യജമാനൻ്റെ വരവിനായി എപ്പോഴും ഒരുങ്ങിയിരിക്കുക. അത് നമ്മൾക്ക് നൽകിത്തരുന്ന എന്താണെന്നറിയാമോ? ഒരു മുന്നറിയിപ്പാണ്. ഒരുക്കമില്ല എങ്കിൽ നമ്മൾ ആ 5 കന്യകമാരെ പോലെ നമ്മൾ അവിടെ നിന്ന് മാറ്റപ്പെടും. അതുകൊണ്ട് ഉണർന്നിരുന്ന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം നമുക്ക്. അപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ വന്ന ശിഷ്യന്മാരെ പോലെ ഒരു കാരണവശാലും നമ്മൾ ആയിത്തീരരുത്. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ലവോദിക്ക സഭയിലുള്ള സന്ദേശത്തിൽ യേശു നമുക്ക് ശരിക്കും വ്യക്തമായ ഒരു കുറിപ്പടിയൂടെ നൽകുന്നുണ്ട്. എല്ലാ അപ്പോസ്തലൻ എല്ലാവർക്കും ഇങ്ങനെ വളരെ വ്യക്തമായി നിങ്ങൾ എങ്ങനെ ജീവിക്കണം, ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണമെന്ന് എല്ലാ ലേഖനങ്ങളിലും പറയുന്നുണ്ട്.
ലവോദിക്ക സഭയ്ക്കുള്ള സന്ദേശത്തിൽ യേശു നമുക്ക് ശക്തമായ ഒരു കുറിപ്പടി നൽകുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ എന്താണെന്നറിയാമോ? നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് നമ്മൾ അനുദപിക്കണം. രണ്ടാമതായി നാം നമ്മുടെ ഹൃദയങ്ങൾ യേശുവിന് തുറന്നു കൊടുക്കണം. നമ്മൾക്ക് അതിനകത്തൊരു കാപട്യം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാധാരണ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ തുറന്ന് നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിനായി തുറന്നു കൊടുക്കണം. ശരിക്കും പരീക്ഷകളിൽ അകപ്പെടരുത്. പരീക്ഷണത്തിലൂടെ പരീക്ഷിക്കപ്പെടുക, അത് പ്രലോഭനങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ഇടറിപ്പോകാതെ നമ്മൾ വിജയിക്കണം. എല്ലാം നമ്മുടെ മുമ്പിൽ വരുന്ന പ്രലോഭനങ്ങളാണ് ഇന്ന് ഇവിടെയൊക്കെ നടക്കുന്ന എല്ലാ കേസുകൾക്കും ആധാരം, എല്ലാ പ്രതിസന്ധികൾക്കും ആധാരം. എന്താണെന്നറിയാമോ? പ്രലോഭനങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോവുക. ആരെങ്കിലും ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ വിശ്വാസം ത്യജിക്കാൻ നമ്മൾ തയ്യാറാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ തള്ളിപ്പറയാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഒരു കാരണവശാലും പ്രലോഭനങ്ങളിൽ നമ്മൾ അകപ്പെടരുത്, അതിൽ നമ്മൾ വിജയിക്കണം. ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക്, വ്യാഴാഴ്ച ഭാഗത്തിലേക്ക് വരുന്നുണ്ട്. ലവോദിക്കയ്ക്കുള്ള സന്ദേശം എന്നാണ് അവിടുത്തെ ഹെഡിങ്. കൊലോസ്യർ 4:16 മുതൽ 18 വരെയുള്ള ഭാഗത്ത്, നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവീൻ. അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണം എന്ന് പറയുവീൻ. അപ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം, നിങ്ങൾ അപ്പോസ്തലൻ എഴുതുന്ന കൊലോസ്യ ലേഖനമുണ്ടല്ലോ, അത് നിങ്ങളുടെ സഭയിൽ നിങ്ങൾ വായിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അത് ലവോദിക്ക സഭയിൽ വായിക്കണം. ആ ലവോദിക്ക സഭയിൽ ലേഖനങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം. അർഹിപ്പോസിനോട്, അത് വേറൊരു സഹഭൃത്യനാണ്, കർത്താവിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ പറയണം. ഉപദേശങ്ങളാണ്. ആരും ആരെക്കാളിലും കൊച്ചവരല്ല എന്നുള്ളൊരു ചിന്തയുടെ അതിനകത്തുണ്ട്. ആരോട് വേണമെങ്കിലും കർത്താവിൻ്റെ സുവിശേഷം പറയാൻ ഓർമ്മിപ്പിക്കാം നമ്മൾക്ക്. അപ്പോൾ പൗലോസായ എൻ്റെ സ്വന്തം കയ്യാല വന്ദനം, എൻ്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവീൻ, കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പൗലോസ് എൻ്റെ സ്വന്തം കയ്യാല വന്ദനം പറയുന്നു, എൻ്റെ ബന്ധനങ്ങളെ ഓർത്ത് നിങ്ങൾ കൊള്ളണം, കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ കൊലോസ്യ വിശ്വാസികളോട് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ വന്ദനം ചെയ്യുന്നു. അതെൻ്റെ സ്വന്തം കയ്യാൽ എഴുതിയാണ് വന്ദനം. അത് പറയാനൊരു കാരണമുണ്ട്. പിന്നെ ഞാൻ തടവിലായിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ബന്ധനങ്ങളെ ഓർക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഏത് കഷ്ടതയിൽ അപ്പോസ്തലനായാലും വിശ്വാസികളോടുള്ള സ്നേഹം, കടപ്പാട്, കനിവ്, ദയ അത് വളരെ വലുതാണ്. അപ്പോസ്തലൻ എഴുതിയ ലേഖനം അവിടെയുള്ള സഭകളിൽ മാറി മാറി വായിക്കുവാൻ പൗലോസ് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേഖനം ഉണ്ടെങ്കിൽ ആ ലേഖനം ആ സഭയിൽ തന്നെ വെച്ചേക്കാതെ മാറി മാറി മറ്റു സഭകളിൽ വായിക്കണം. ഏഷ്യാമൈനുള്ള മിക്കവാറും എല്ലാ സഭകളിലും വായിക്കണമെന്ന് അപ്പോസ്തലൻ നിർദ്ദേശിക്കുന്നു. യുഗങ്ങളിലൂടെയുള്ള ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ ഒരേ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുന്നുണ്ട്. യുഗങ്ങളായിട്ട് സംഭവിക്കുന്നതാണ്. കർത്താവ് ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവർ സന്തോഷിക്കും, അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ അവർ ദൈവത്തെ ദൂഷിക്കും. അത് ദൈവത്തെ വിട്ട് അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ പോകും. യഹൂദന്മാരുടെ ചരിത്രവും അതുതന്നെയാണ്. അവരുടെ കാലാകാലങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നതെല്ലാം ഒരേ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളൊക്കെ അവിടെ വായിച്ച് അവർ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാകണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. അപ്പോഴൊക്കെ പ്രവാചകന്മാർ ഈ കഷ്ടങ്ങളെല്ലാം വരുമ്പോൾ, പ്രത്യേകിച്ച് ഇരമ്യ പ്രവാചകനെ, യെശയ്യാ പ്രവാചകനെ, അവരെല്ലാം ഇങ്ങനെ ഇസ്രായേൽ ജനം മാറ്റുപോകുമ്പോൾ മക്കളെ മടങ്ങി വരിക എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തെല്ലാം ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ ശരിക്കും പ്രവാചകന്മാർ, അപ്പോസ്തലന്മാരെല്ലാം പാപമോചനത്തിനും ശുദ്ധീകരണത്തിനുമായി ദൈവത്തെങ്കിലേക്ക് മടങ്ങാനാണ് അവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. അല്ലാതെ സ്വയമായിട്ട് നമുക്ക് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ കഴിയില്ല. അവരെപ്പോഴൊക്കെ തെറ്റിപ്പോയി അപ്പോഴൊക്കെ ആ പ്രവാചകന്മാർ അവരെ മാടി വിളിക്കുവാണ് മടങ്ങി വരാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകനും അതുതന്നെയാണ് പറഞ്ഞത്. ഇസ്രായേലിയരോട് പറഞ്ഞത് എന്തുവെന്നറിഞ്ഞാമോ? അനുദപിച്ച അന്ത്യനാളുകളിൽ ന്യായവിധിയുടെ പരിശോധനയിൽ നിലകൊള്ളുന്ന ഫലം കായ്പാൻ ആഹ്വാനം ചെയ്തു. അതാണ് യോഹന്നാൻ സ്നാപകൻ ചെയ്തത്.
അവർ സർപ്പസന്തതികളെ എന്ന് വരെ യോഹന്നാൻ സ്നാപകൻ വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ശരിക്കും നിങ്ങൾ അനുതപിക്കണം. അനുതപിക്കുമ്പോൾ അന്ത്യനാളുകളിലെ ന്യായവിധിയുണ്ട്. അന്ത്യനാളിൽ ന്യായവിധിയുണ്ട്. ആ പരിശോധനയിൽ നിലകൊള്ളുന്ന നല്ല ഫലം ലഭിക്കുവാനായി നിങ്ങൾ നിലകൊള്ളണമെന്ന് ആഹ്വാനം ചെയ്തു. അപ്പോസ്തലന്മാർ സമാനമായ ഒരു സന്ദേശമാണ് ശരിക്കും പ്രവാചകന്മാർ കൊടുത്ത്, നിങ്ങൾ മടങ്ങി വരുവീൻ. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ബാക്കിയുള്ള അപ്പോസ്തലന്മാരും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. നിങ്ങൾ അനുതപിക്കുക, കർത്താവിലേക്ക് മടങ്ങി വരിക. കാൽവറിയിൽ സാത്താൻ തോൽപ്പിക്കപ്പെട്ടു. ശരിക്കും നമ്മൾക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടി സാത്താൻ ആക്ച്വലി തോൽപ്പിക്കപ്പെട്ടു. അപ്പം സ്വർഗീയ മന്ദിരത്തിലെ ക്രിസ്തുവിൻ്റെ ന്യായവിധി ശുശ്രൂഷയിലൂടെ ദൈവജനം അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടണമെന്നും ഇവിടെ പറയുന്നുണ്ട്. കാൽവറിയിൽ കർത്താവ് സാധിച്ച വലിയ രക്ഷയാൽ സാത്താൻ തോൽപ്പിക്കപ്പെട്ടു. അതുമാത്രമല്ല, സ്വർഗീയ മന്ദിരത്തിലെ ക്രിസ്തുവിൻ്റെ ന്യായവിധി ശുശ്രൂഷയിലൂടെ ദൈവജനം അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം അന്തിമ ന്യായവിധിയെക്കുറിച്ച് അവർക്ക് നല്ല ഉറപ്പുണ്ടാവണം. ആ അന്തിമ ന്യായവിധിയിൽ അവർ കർത്താവിനോടുകൂടെ എടുക്കപ്പെടണം. അങ്ങനെ സംഭവിച്ചാൽ ആ ന്യായവിധിയിലൂടെ എന്ന് വെച്ചാൽ അന്തിമ ന്യായവിധിയിലൂടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്നേക്കുമായി പരിഹാരമാകും. മാത്രമല്ല, പാപവും അനുദപിക്കാത്ത പാപികളും ആ സമയത്ത് എന്ത് സംഭവിക്കും? അന്ത്യകാലത്തുള്ളൊരു ന്യായവിധി വരുമ്പോൾ അതിനു മുമ്പേ ദൈവഭാഗത്തു നിന്ന് എല്ലാ ദൈവമക്കളും ആ ന്യായവിധിയിൽ അവർ വിജയിക്കും. പാപവും അനുദപിക്കാത്ത പാപികളും അവരന്നേരം എവിടെ പോകും? അവിടെ പറയുന്ന നിത്യാഗ്നി തടാകത്തിൽ അവരെ നശിപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത്. ആ അന്തിമ ന്യായവിധി എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഈ ഭൂമിയെ ശുദ്ധീകരിക്കും. അത് ഭൂമിയെയും ശുദ്ധീകരിക്കുന്നു എന്നതാണ്. പാപത്തിൻ്റെ അവസാനത്തോടെ മാത്രമേ സ്വർഗവും ഭൂമിയും ഒടുവിൽ ഒന്നിക്കുന്നുള്ളൂ. ഈ സ്വർഗവും ഭൂമിയും ഒടുവിൽ ഒന്നിക്കുന്നത് ഈ പാപത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ്. ആ പുതിയ ഭൂമി ആ തീയിട്ട് സാത്താനെയും ആ അനുതപിക്കാത്ത പാപികളെയും എന്നേക്കുമായി നശിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ, ആകാശവും ഭൂമിയും പുതുതാക്കി തീരുമ്പോൾ നമ്മൾക്ക് സ്വർഗം ലഭിക്കും. ക്രിസ്തുവിന് കീഴടങ്ങുന്ന ആത്മാവ് ഉണ്ടല്ലോ, ക്രിസ്തുവിനെ എപ്പോഴൊക്കെയാണെങ്കിലും ക്രിസ്തുവിന് കീഴടങ്ങുന്ന ആത്മാവ് അവൻ്റെ സ്വന്തം കോട്ടയായി മാറുന്നു. ഇപ്പം ഞാൻ പരിപൂർണമായി ക്രിസ്തുവിന് കീഴടങ്ങിയാൽ ആ കീഴടങ്ങലുണ്ടല്ലോ, അത് എനിക്ക് ഒരു സ്വന്തം കോട്ടയായി മാറും. അങ്ങനെ ഓരോ വിശ്വാസിക്കും അവൻ കർത്താവിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുമ്പോൾ അത് കോട്ടയെന്ന് പറയുന്നത് നമുക്ക് മറ്റു ഭാഗത്തു നിന്നുള്ള ശത്രു ആക്രമണത്തിൽ നിന്നുള്ള സുരക്ഷിത സ്ഥലമാണ് കോട്ട. അങ്ങനെ എല്ലാവർക്കും, കർത്താവിനെ സ്വീകരിക്കുന്ന എല്ലാവർക്കും അവൻ്റെ ആ വിശ്വാസം ഒരു കോട്ടയായി മാറും. നാം ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിൽ ആയിത്തീരണം. നമ്മൾ കർത്താവിന് കീഴടങ്ങുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിലാകും. അങ്ങനെ കീഴടങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ദുഷ്ടൻ്റെ ആധിപത്യത്തിലാകും. അപ്പോൾ അപ്പോസ്തലൻ്റെ എല്ലാ എഴുത്തുകളിലും അതിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിന് കീഴടങ്ങി പരിശുദ്ധാത്മാവിൽ വളരാനാണ്. അപ്പോൾ എല്ലാ ലേഖനങ്ങളിലും അന്തിമമായി അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ക്രിസ്തുവിന് കീഴടങ്ങി പരിശുദ്ധാത്മാവിൽ വളരണം. നമ്മളും അങ്ങനെ തന്നെയാണ്. ക്രിസ്തുവിൽ കീഴടങ്ങി നമ്മൾ പരിശുദ്ധാത്മാവിൽ വളരണം. എല്ലാ ശുശ്രൂഷകന്മാർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനും അപ്പോസ്തലൻ പ്രേരിപ്പിക്കുന്നുണ്ട് വിശ്വാസികളെ. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ഇടയിൽ ഇന്നുണ്ടോ? എല്ലാ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുവാനും എല്ലാ ശുശ്രൂഷകന്മാരും വിശ്വാസികൾക്ക് വേണ്ടി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ നല്ല അനുഭവം ഇന്നുണ്ടോ? ഇല്ല എങ്കിൽ അത് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്, ഉണ്ടേ എങ്കിൽ അത് ശക്തിയുക്തം തുടരണം. പൗലോസിനോടൊപ്പം വേല ചെയ്യുന്ന ശുശ്രൂഷകരെ സഹപഠൻ എന്ന അപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്നുണ്ട്. പൗലോസ് കൊലോസ്യ ലേഖനം അവസാനിപ്പിക്കുന്നത്
എൻ്റെ സ്വന്തം കയ്യാൽ എഴുതി വന്ദനം ചെയ്യുന്നു എന്നാണ്. എൻ്റെ സ്വന്തം കയ്യാൽ എഴുതി വന്ദനം ചെയ്യുന്നു എന്നാണ് അപ്പോസ്തലൻ കൊലോസ്യർ ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ സ്വന്തം കയ്യാൽ എഴുതി വന്ദനം ചെയ്യുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞത്? ശരിക്കും നമ്മൾക്കറിയാവുന്നതുപോലെ അപ്പോസ്തലന് ജഡത്തിലൊരു ശൂലമുണ്ടായിരുന്നു. അത് പല വേദപണ്ഡിതന്മാരും പറയുന്ന കണ്ണിനുള്ള എന്തോ അസുഖം മൂലമാണ് എന്ന്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എഴുതാൻ. മാത്രമല്ല അപ്പോസ്തലൻ്റെ കയ്യിൽ ചങ്ങലയുണ്ട്. ആ ചങ്ങല വേറൊരു ഭടൻ്റെ ഭടനുമായിട്ട് ഒത്തുചേർത്ത് കെട്ടിയേക്കും. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അപ്പോസ്തലന് തന്നെ ഒരിടത്ത് പോകാൻ പറ്റത്തില്ല. ഈ സൈനികനും കൂടെ, കാവൽക്കാരനും കൂടെ, അല്ലെ തടവുകാരനെ സമയം നോക്കുന്ന ആളും കൂടി ഇതിൻ്റെ കൂടെ പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തലന് എഴുതാൻ കഴിയില്ല. അപ്പോസ്തലൻ്റെ ലേഖനം മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ച് അപ്പോസ്തലൻ തൻ്റെ സ്വന്തം കയ്യാൽ ഒപ്പിട്ട് വന്ദനം ചൊല്ലുന്നു എന്നാണ് പറയുന്നത്. ഈ ലേഖനം അപ്പോൾ ഈ ശരിക്കും കൊലോസ്യ ലേഖനം അത് തുടങ്ങുന്നത് കൃപയോടെ ആരംഭിക്കുന്നു. ലേഖനം കൃപയോടെ ആരംഭിച്ച് അത് അവസാനിക്കുന്നതും ദൈവകൃപയിൽ തന്നെയാണ്. അപ്പം കൃപയോടെ ആരംഭിച്ച് കൃപയോടെ അവസാനിപ്പിക്കുന്നു കൊലോസ്യ ലേഖനം. ശരിക്കും നാമും ദൈവകൃപയിൽ നിലനിൽക്കണം. മാത്രമല്ല നിത്യഭവനത്തിലെത്തുവോളം നാം കൃപയിൽ നിലനിൽക്കണം. നിത്യഭവനത്തിലെത്തുവോളം ആ കൃപ നമ്മെയും പരിപാലിക്കട്ടെ എന്ന് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിനെ സ്തുതിക്കാൻ ഒരവസരം കൂടെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഈ ക്വാർട്ടർ മുഴുവനും പൗലോസ് അപ്പോസ്തലൻ്റെ വേലയെക്കുറിച്ചും ലേഖനങ്ങളെക്കുറിച്ചും വിശ്വാസികളുള്ള സ്നേഹത്തെക്കുറിച്ചും അവരോടുള്ള കരുതലിനെക്കുറിച്ചും ഒക്കെ വീണ്ടും വീണ്ടും പഠിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി തന്ന മഹാകൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ദൈവഭാഗത്തും ദൈവസ്നേഹത്തിലുമാക്കി തീർക്കുവാൻ എത്രമാത്രം പൗലോസ് ആഗ്രഹിച്ചു എന്ന് ഞങ്ങൾ പഠിച്ചു. പൗലോസിനോടൊപ്പം ജോലി ചെയ്ത എല്ലാ ശുശ്രൂഷകരെയും തൻ്റെ കൂടെ പിടിച്ചു നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊക്കെ ഞങ്ങൾ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കർത്താവെ, ദൈവവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവ ശുശ്രൂഷയിലായിരിക്കുന്നവരെ സഹായിക്കുവാനും അവരോടൊപ്പം നിൽക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണമേ. എല്ലാറ്റിനും ഒരു കർത്താവെ, അവിടുത്തെ കൃപ ഞങ്ങളെ പരിപാലിക്കണം. കൃപയോടെ ഞങ്ങൾ തുടങ്ങി കൃപയോടെ അവസാനിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തരണം. കർത്താവിൻ്റെ കൃപയിൽ അടിയങ്ങളെ പരിപാലിക്കണം. അവസാനം വരെ അടിയങ്ങളെ കാത്തുകൊള്ളണം. മാനവും മഹത്വവും അങ്ങയുടെ തൊടുവിലങ്ങ് ആകാശമേഘങ്ങൾ വരുമ്പോൾ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ കണ്ടെത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.